കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോ എന്നത്തെ പോലെ നമ്മുടെ ഇഗ്നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. പുതുമുക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഈ മദ്യാസക്ത രോഗവും അതിൻ്റെ ഉള്ളിലെ മറ്റ് ഇതിൻ്റെ കൂടെ നടക്കുന്ന കുറച്ച് സൂക്കേടുകളുണ്ട്. അത് സാധാരണ മനുഷ്യർക്കുള്ള അസുഖങ്ങൾ തന്നെയാണ്. നമ്മൾ മദ്യാസക്ത രോഗത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും ആ രോഗങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കണക്കാക്കാറില്ല. എല്ലാം മദ്യപാന രോഗം എന്നുള്ള ഒരു ധാരണയിൽ നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു. അപ്പൊ ഇതില് പലപ്പോഴും നമുക്ക് പറ്റുന്ന ചില തെറ്റിദ്ധാരണകൾ അതൊക്കെ മാറ്റാനൊക്കെ ആയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ ആയുസ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ ഇന്ത്യയിലുള്ളതിനേക്കാളൊക്കെ വളരെയധികം ആയുസ്സാണ് വിദേശത്തൊക്കെ 85-100 വയസ്സിന്റെ അടുത്തൊക്കെയാണ്. 100, 104, 110 ശരാശരി ആയുസ്സിൽ എത്തിച്ചേരുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ഒരു മദ്യാസക്ത രോഗത്തിന് അടിപ്പെട്ട ഒരാള് സാധാരണഗതിയിൽ അയാളുടെ ആയുസ്സിൽ ഒരു 10 വർഷം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഈ രോഗത്തിന്റെ കാരണത്താൽ കുറയ്ക്കാമെന്ന് പറയുന്നു. കാരണം അനേകം ആളുകളെ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഒരു സ്റ്റഡി നടന്നതിൽ ആ ശരാശരി ആയുസ്സിൽ നിന്നും എപ്പോഴും അവർക്ക് ഒരു കൂട്ടം ആളുകളുടെ ശരാശരി ആയുസ് ഇപ്പൊ 70 ആണെങ്കിൽ മദ്യാസക്തനാണെങ്കിൽ അയാളുടെ ആയുസ്സിൽ ആ 10 വയസ്സങ്ങ് കുറയ്ക്കാമെന്ന് പറയുന്നത്. അപ്പൊ 60 ആയി. അയാളുടെ ശരാശരി 10 കുറച്ചപ്പോ 60 അപ്പൊ ഇങ്ങനത്തെ ഒരു കുറവ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രധാന കാരണമുണ്ട്. ഇപ്പൊ ഒരു 40 വയസ്സ് മുതൽ മുകളിലേക്കുള്ളവർക്ക് സാധാരണ വരുന്ന രോഗമാണ് പ്രമേഹ രോഗം, അതുപോലെ രക്തസമ്മർദ്ദ രോഗം, കൊളസ്ട്രോളിന്റെ അളവ് കൂടുതലാവുക, വൃക്കകൾക്ക് അസുഖം വരിക, അല്ലെങ്കിൽ ലിവറിനൊക്കെ അസുഖം വരിക, പൊണ്ണത്തടി ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ആ ഒരു ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്, ഒരു ജനിതക പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ ചില പാർശ്വവാദികളായിട്ടുള്ള രോഗങ്ങളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞൊരു വൈറസിന്റെ അസുഖമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് സി ഉണ്ട്, HIV വൈറസ് ഉണ്ട്. ഇതെല്ലാം ദീർഘകാലം രോഗം ഉണ്ടാക്കുന്ന വൈറസുകളാണ്. ഇതൊക്കെ ഒരു മദ്യാസക്തനിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് ഏത് രീതിയിലാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഏതായാലും നമ്മൾ ആരോഗ്യത്തിന് മുൻഗണന കൊടുക്കുക. നമ്മുടെ ശരീരത്തെ പറ്റി നമ്മൾ കൂടുതലും ഉത്തരവാദിത്വം ധാരണയുള്ള ആൾക്കാരായിരിക്കണം. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ പർപ്പസ് എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ വസ്തുക്കൾ ഉപയോഗിക്കണം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പ്രോഗ്രാം അറിയാലോ, ഇന്നത്തെ ഒരു ദിവസത്തെ നിലനിൽപ്പാണ്. ആ നിലനിൽപ്പിൽ ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ച് ജീവിക്കുക അസാധ്യമാണ്. അതാണ് എൻ്റെ തത്വം. ഞാൻ ഒരു മനുഷ്യനെന്ന ഒരു ധാരണയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് 24 മണിക്കൂർ പ്രോഗ്രാമിന്റെ കാര്യം. അങ്ങനെ പ്രവർത്തിക്കാനും പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ചുറ്റുവട്ടത്തിലുള്ള ആളുകളുമായി, അല്ലെങ്കിൽ ആ സ്ഥലം, ആ ആളുകൾ, അവരൊക്കെ ആയിട്ടുള്ള എൻ്റെ ഇടപാട് അത് എപ്പോഴും സുഗമമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തിക്കണം. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് കുടിക്കാൻ പാടില്ല, ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങണം, വിശ്രമിക്കണം, എൻ്റെ വിനോദം ഏതൊക്കെ രീതിയിലായിരിക്കണം, ഇങ്ങനെയുള്ള സാമാന്യ ബുദ്ധി എല്ലാവരിലും പ്രവർത്തിക്കുന്നുണ്ട്. അത് മദ്യാസക്തനിലും അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അത് സ്പെഷ്യൽ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉത്തരവാദിത്വം, അതുപോലെ ജോലി, ബന്ധങ്ങള്, ചുറ്റുപാട്,
ഇതിലൊക്കെ വളരെയധികം കെയർ എടുക്കേണ്ട ഒരു അവസ്ഥയാണത്. ഈ ശരീരം നമുക്ക് വേണ്ടി 24 മണിക്കൂറും നല്ല രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന് നോർമൽ അവസ്ഥ നമ്മളെപ്പോൾ നോക്കിയാലും നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമല്, നമ്മുടെ ഷുഗർ നോർമല്, നമ്മുടെ കൊഴുപ്പ് നോർമല്, നമ്മുടെ ടെമ്പറേച്ചർ നോർമല്, ഇതൊക്കെ ശരീരം ഉത്തരവാദിത്തത്തോടു കൂടി മൂപ്പര് പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെയൊക്കെ പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്താനാണ്. ജീവൻ നിലനിർത്തുന്ന ക്രമം ഉണ്ടാക്കാനാണ് ഈ 24 മണിക്കൂർ അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഈ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പല ആളുകൾക്കും അതിനെപ്പറ്റി അറിയാൻ പാടില്ല. ഇപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ ഒത്തിരി ആവർത്തനം ഉണ്ടാവും. അതായത് അതിൽ ആറ്റം ഉണ്ട്, ആ ആറ്റത്തിന്റെ ഉള്ളിലുള്ള സംഗതികളുണ്ട്, അത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അത് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു മനുഷ്യജീവി ആവുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിക്കുന്ന ഒരു ജീവി ആവുമ്പോൾ, ഇങ്ങനെ നമ്മൾ ജീവനില്ല എന്ന് വിചാരിക്കുന്ന ആ സാധനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കണികകളായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അതുപോലെ വെള്ളം, വായു, എല്ലാത്തിലും കണികകളായിട്ട് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തില് ജൈവപരമായിട്ട്, രാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള മാറ്റങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്ന ജനിതകം, ഇതൊക്കെ കൂടി നമുക്ക് ശരീരത്തിനെ ജീവിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ജീവിപ്പിക്കാൻ അനുവദിക്കാത്ത സാധനങ്ങളെ നമ്മൾ കടത്തിവിടുന്നത്. അപ്പൊ അത് കടത്തി വിടാതിരിക്കാനായിട്ട് നമ്മൾ ഇപ്പോഴും നമ്മളോട് തന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങൾ എന്താണ്, എനിക്ക് ആവശ്യമില്ലാത്തത് എന്താണ്, എന്താണ് ശരിയായ കാര്യം, എന്താണ് പ്രോപ്പറായിട്ടുള്ള കാര്യം, എന്താണ് നല്ല കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ മനുഷ്യർ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്ന, പലപ്പോഴും ലഹരി വസ്തുക്കളും മദ്യവും മറ്റു ലഹരി സാധനങ്ങളോ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ ഈ യന്ത്രത്തിന് സ്വയം നിയന്ത്രണം നഷ്ടപ്പെടും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഈ ഭൂമിയിലെ കാലാവസ്ഥ, ചുറ്റുപാട്, ഇത് ഒരിക്കലും ഒരു ജീവനുള്ള സാധനത്തിന് നിലനിൽക്കാൻ പറ്റുന്ന സംഗതിയല്ല. അത് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് ജീവിതം. ഈ ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതം അതാണ്. ജീവിക്കാൻ പറ്റിയ രീതിയിലേക്ക് ക്രമപ്പെടുത്തുക. ഇപ്പോൾ നമ്മുടെ രക്തസമ്മർദ്ദം, നമ്മുടെ ഷുഗർ, നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജന്റെ അളവ്, അതുപോലെ ദുഷിച്ചവായുവിലെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ ശരിയായ രീതിയിലേക്ക് മാറ്റി നിലനിർത്തുന്നു. നമ്മുടെ ഇപ്പോൾ ശരീരത്തിലെ താപം അതൊരു പ്രത്യേക റേഞ്ചിൽ നിർത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ നമുക്ക് എതിരായിട്ട് ചെയ്യുന്നുണ്ടോ അത് ശരീരത്തിനെതിരാണ്, നമ്മുടെ മനസ്സിനെതിരാണ്, നമ്മുടെ ബ്രെയിനിനെതിരാണ്, ജീവിതത്തിനെതിരാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ ഇത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, അത് ഒരു നല്ല ബന്ധം ലോകമായിട്ടുണ്ടാവുക, ലോകത്തില് എന്ത് വസ്തുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാകുക, ഒരു സത്യം ആയിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ എയിൽ പറയുന്ന കാര്യങ്ങൾ രത്നച്ചുരുക്കം ഇതൊക്കെ തന്നെയാണ്. എയിൽ എന്താ, നമ്മളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളൊരു പരിപാടിയാണത്. പക്ഷെ അത് നമ്മുടെ ഒരു അമിതമായ സന്തോഷത്തിന്റെ രൂപത്തില്
നമുക്കൊരു അഡിക്ഷൻ, നമുക്ക് ഒരു ഒട്ടിപ്പിടുത്തമായിട്ട് നമ്മുടെ തലച്ചോറിൽ ഒരു ആഹ്ലാദം ഉണ്ടാക്കി അതിനെപ്പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി ഫീൽ ചെയ്ത് പിന്നെ അത് മറക്കാതെ അത് ആവർത്തിച്ച് നമുക്കിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് വളരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ യാഥാർത്ഥ്യം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോൾ നമുക്ക് യാഥാർത്ഥ്യങ്ങളൊക്കെ വരും. പക്ഷേ മനുഷ്യക്കുട്ടികൾക്ക് അത് കുറവെന്നാണ് പറയണത്. മനുഷ്യക്കുട്ടികൾക്ക് യാഥാർത്ഥ്യം വരണമെങ്കിൽ കുറേ അധികം കഴിയണം. ചിലപ്പോൾ അത് വളരെ കുറവായിരിക്കും. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഒരു ഇന്നത്തെ ജീവിക്കുന്ന ഒരു മനുഷ്യക്കുട്ടിക്ക് ജനിച്ചു, ഇത്ര വയസ്സൊക്കെ ആയി, വിദ്യാഭ്യാസം കിട്ടി, ഈ സ്വന്തം ഭക്ഷണമൊക്കെ തേടിപ്പിക്കാൻ എത്ര വർഷം പിടിക്കും. അതിനിടയ്ക്ക് മദ്യമോ മറ്റു ലഹരി വസ്തുക്കളിലോ പോയി കഴിഞ്ഞാൽ ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എല്ലാം നമ്മൾ മറക്കേണ്ടി വരും. അത് നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അഡിക്ഷൻ നമ്മളെ ഇതെല്ലാം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കും, ഈ യാഥാർത്ഥ്യത്തെ മറന്നു കളയാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ കവികൾക്കും അതുപോലെ ഈ നോവലിസ്റ്റ് സാഹിത്യകാരന്മാർ അവരൊക്കെ പലപ്പോഴും നമ്മുടെ വികാരങ്ങളെ കുറിച്ചും നമ്മുടെ മനസ്സിനെ കുറിച്ചും ഒക്കെ അവർ പറയുന്ന പല കാര്യങ്ങളും ഈ സാധാരണ മനുഷ്യരെക്കാൾ ഒരു പടി മുന്നിലാണ്. അതിൽ ഒത്തിരി യാഥാർത്ഥ്യമുണ്ട്. മരണത്തെ പറ്റി, ആ മരണത്തിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി, നമ്മുടെ അവസ്ഥകളെ പറ്റിയൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഈ നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ ഈ TS എലിയറ്റ്, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ വേസ്റ്റ് ലാൻഡില് ഒരു കവിത ഉണ്ട്. അതിൽ അദ്ദേഹം പക്ഷികളോട് പറയുവാണ്, ഈ പക്ഷികളുടെ കാര്യം പറയുവാണ്. ആ പക്ഷികൾ അതിൽ ഏറ്റവും നേതൃത്വം കൊടുക്കുന്ന പക്ഷി പറയുവാണ്, ഈ പക്ഷികൾ എത്രയോ 1000 കിലോമീറ്ററുകൾ ഇങ്ങനെ പറന്ന് നടക്കും. പക്ഷെ പറന്ന് നടക്കുമ്പോൾ അവർ ഏതെങ്കിലും അപകടം പിടിച്ചൊരു വൃക്ഷത്തിൽ ചേക്കേറി കഴിഞ്ഞാൽ അവരുടെ ജീവൻ പോകും. അവർക്കതറിയാം. അപ്പൊ ആ പക്ഷികളിലെ അതിനെ നയിക്കുന്ന പക്വതയുള്ള ഒരു പക്ഷി ചെറിയ പക്ഷികളോട് പറയുകയാണ്, നിങ്ങൾ പൊക്കോളൂ, മുമ്പോട്ട് പൊക്കോളൂ, നിങ്ങൾ ഇടയ്ക്കൊന്നും ആ വൃക്ഷത്തിലേക്കൊന്നും കയറരുത്. അവിടെ ഈ യാഥാർത്ഥ്യം അറിയാത്ത മനുഷ്യക്കുട്ടികൾ കലവില കൂട്ടി അവിടെ ഉണ്ട്. അവർക്ക് എന്താണ് സംഗതി എന്നൊന്നും അറിയാൻ പാടില്ലാത്തവരാണ്. നമ്മൾ അവരെ ഉപേക്ഷിച്ച് നമ്മൾ മുമ്പോട്ട് പൊക്കോളൂ, ആ മരത്തിലൊന്നും കയറണ്ടെന്ന് പറയണം. അപ്പൊ ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് അഫോർഡ് ടു മച്ച് റിയാലിറ്റി. വളരെയധികം യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത ജീവികളാണ് അവര്. അവരെ ഗൗരവമായിട്ട് എടുക്കണം. അവരിയ്ക്കുന്ന മരത്തിലേക്കൊന്നും കയറണ്ട, പൊക്കോളൂ എന്ന് പറയണം. അങ്ങനെയൊക്കെ പറയുന്നു. വേണ്ട നമ്മുടെ കവികളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, നമ്മുടെ ഈ മലയാളത്തിലെ ഒരു കവി. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടിയ ഒരാളാണ്. ഈ മദ്യവും മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട്, ലഹരി വസ്തുക്കളിൽ അദ്ദേഹം മദ്യമാണ് കൂടുതൽ, മദ്യവും പുകവലിയായിരുന്നു. അത് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. അദ്ദേഹത്തിന് ജീവിതം അസഹനീയമായി. ഹൃദ്രോഗം വന്നു, മാനസിക രോഗം വന്നു, മരിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അദ്ദേഹം എഴുതിയ 2 വരികളാണ്, ആത്മഹത്യക്കും കൊലയ്ക്കും ഇടയിലൂടെ ഈ ജീവിതം ആർത്തനാദം പോലെ ഒഴുകുന്നു എന്ന് പറഞ്ഞാല് അത് ഒരു ഭാഗത്ത് ആരെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ വേറൊരു ഭാഗം പറയുന്നു മരിക്കാനാണ്. എത്ര ഭീകരം, എത്ര ദയനീയമാണ് നമുക്ക്. അത് എത്ര നല്ല ഭംഗിയായിട്ടാണ് അത് ആ അനുഭവത്തിൽ കൂടി അത് എഴുതി വെച്ചേക്കണത്. അപ്പൊ ഈ കവികൾ അങ്ങനെയൊക്കെ എഴുതുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ മനസ്സെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ, യാഥാർത്ഥ്യത്തെ കുറിച്ച് കൂടുതലും ആ അനുഭവം ഒക്കെ അവർ നല്ല സത്യസന്ധമായിട്ട് എഴുതുന്നുള്ളൂ. അനുഭവം എങ്ങനെയായാലും
ജീവിതം വേറെ സംഗതിയാണെങ്കിലും അനുഭവമുള്ള കറക്റ്റായിട്ട് അംഗീകരിക്കാൻ അവർ എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മദ്യാസക്ത രോഗത്തെക്കുറിച്ച് ഇതിൽ പുതിയതായിട്ട് വന്ന ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർ മനസ്സിലാക്കണം, ഈ അതിര് കടന്ന ഒരു അഭിനിവേശം ഒരു വസ്തുവിനോട് തോന്നുക, അത് മദ്യമാകട്ടെ മറ്റു ലഹരിയാകട്ടെ, അത് നമ്മളെ ബ്രെയിൻ ഡിസീസ് എന്നൊക്കെ പറയും. അത് യാഥാർത്ഥ്യമാണ്. ബ്രെയിനാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ബിഹേവിയർ, നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് എപ്പോഴും ഇതിൽ വരുന്ന ആൾക്കാർ അതൊരു ബ്രെയിൻ ഡിസീസ് എന്നുള്ളത് സത്യം, ആ യാഥാർത്ഥ്യം, ആ ശാസ്ത്രം അത് മറന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനെയും ഇതിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് നമ്മൾ ചില അടവ് നയം. എന്താണ് അടവ് നയം? നമ്മുടെ കാര്യങ്ങൾ പലതിനെയൊക്കെ നിഷേധിക്കുക, അല്ലെങ്കിൽ അത് നിസ്സാരാക്കുക, അല്ലെങ്കിൽ അതിനെതിരായിട്ട് പറയുന്ന ആൾക്കാരോട് ദേഷ്യപ്പെടുക. ഇങ്ങനെയൊക്കെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കും. നമുക്ക് ഉള്ള കഠിനമായ ആർത്തിയും അനിയന്ത്രിതത്വവും നിർബന്ധവും, നമ്മൾ വരുംപരായികൾ അറിഞ്ഞിട്ടും അറിയില്ലാത്ത ആളെ പോലെ പെരുമാറുന്നതും, അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ചിന്തകള്, തോന്നലുകള്, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നമുക്കെതിരായി മാറി നമ്മളൊരു മൂലയ്ക്കാക്കും. നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും ആ കഴിവൊക്കെ ഇല്ലാതാക്കും. അതെല്ലാവർക്കും അറിയാം. അതിലിപ്പോ ഈ ആനന്ദം, ഈ പ്ലഷറിന്റെ സെൻസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലഷർ സെൻസേഷൻ അത് അതിര് കടക്കുന്ന സമയത്ത് നമുക്കൊരു ചിന്ത എപ്പോഴും നല്ലതാണ്. എന്നാലും നമ്മളെല്ലാവരും ഉല്ലസിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി, പ്രധാനപ്പെട്ട മന്ത്രിമാരൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിൽ ആളുകൾക്ക് ഉല്ലസിക്കാനുള്ള സംഗതികൾ കുറവാണ്. ഉല്ലസിക്കാൻ വളരെ ഇതില്ല, വലിയ സ്ഥലമൊന്നുമില്ല, പണ്ടത്തെ പോലെ കളിക്കാൻ സ്ഥലമില്ല, ഉല്ലസിക്കാനുള്ള ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. അവരുടെയൊക്കെ ചിന്തകൾ പോകുന്ന ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ കേരളത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് പറയണ ഇവിടെ ഉല്ലാസം കുറവാണ് എന്നാ പറയുന്നത്. ഉല്ലസിക്കാനുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ എൻ്റെ അഭിപ്രായത്തില് നമ്മൾ ഈ തലച്ചോറിൽ അമിതമായി ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞ അസുഖം വന്നു കഴിഞ്ഞാൽ അത് രോഗമാണ്. അസുഖത്തിന്റെ ഉള്ളില് നമ്മൾ തലച്ചോറിന്റെ എല്ലാ കണക്ഷൻസും നമുക്ക് ശരിക്ക് പ്രവർത്തിക്കാതെ അനിയന്ത്രിതവും അസാധാരണവുമായിട്ട് പ്രവർത്തിക്കും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പൊ ഈ അമിതമായ ആനന്ദത്തോടുള്ള പ്രതിപത്തി, അതിൻ്റെ അതിര് ഒന്ന് കുറച്ചാൽ തന്നെ ഈ അഡിക്ഷന്റെ ഉള്ളിൽ പെട്ടുപോയ ആളുകൾക്ക് ഏറ്റവും ഈ ചിന്ത പോലും നല്ലതാണ്. കാരണം പലപ്പോഴും നമ്മൾ ആ ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ അത് എൻ്റെ സങ്കടം പോലെ, എൻ്റെ ദേഷ്യം പോലെ, അല്ലെ എൻ്റെ ഭയം പോലത്തെ ഒരു വികാരം മാത്രമാണ്. അത് മറ്റു വികാരം പോലെ എന്നെ സംബന്ധിച്ചൊരു സാധാരണ വികാരമാണ്. ഞാനതിൽ അമിത പ്രാധാന്യം കൊടുക്കണ്ട എന്നുള്ള ഒരു ദർശനം, ഒരു അറിവ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അഡിക്ഷന്റെ ഉള്ളിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട പല ആളുകൾക്കും ആ ചിന്ത വളരെ നല്ല ചിന്തയാണ്. പല ആൾക്കാരും അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമിതമായിട്ടുള്ള ആനന്ദത്തോടുള്ള അതിര് കടന്ന ആ ആഗ്രഹം, അത് എൻ്റെ ചിന്തയിൽ കൂടി ഞാൻ പലപ്പോഴും നിയന്ത്രിച്ചിട്ടുണ്ടെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഞാൻ അതിനധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. ശരിയാണ്, ചിന്തയിൽ അതിനധികം പ്രാധാന്യം ഇല്ലെങ്കിൽ അത് എപ്പോഴും നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കില്ല. അത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ചില ആൾക്കാരുടെ ടെക്നിക്കാണത്, ചില മാർഗങ്ങളാണ്. ഇപ്പോൾ മദ്യാസക്ത രോഗത്തിൽ നിന്നും പല ആൾക്കാരും വിട്ടു നിൽക്കുന്നത് പലതരം ടെക്നോളജി, മനസ്സിന്റെ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ ഈയിടെ വായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സാ പരിപാടിയിൽ പറയുന്നുണ്ട്, നമ്മള്
മദ്യത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു ലഹരിയുടെ കാര്യത്തിലോ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ആ അസുഖം വെറുതെ വിടരുത്. അപ്പൊ തന്നെ നമ്മൾ അതിന് ഒരു ചികിത്സ തേടണം. നമ്മൾ വെറുതെ കിടക്കാതെ ഒരു അഭിപ്രായം, ഒരു ചികിത്സിക്കുന്ന ഒരാളുടെ ഒരു അഭിപ്രായം അത് സ്വീകരിച്ച് മുന്നേറുമ്പോൾ പല പ്രാവശ്യം പല ആൾക്കാരും പറയുമ്പോൾ നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കും. അപ്പൊ നമുക്കറിയാലോ, ഈ സ്വീകരിക്കാനും വിശ്വസിക്കാനും ഉള്ള ഈ എതിർപ്പ് കൊണ്ടാണ് പല ആൾക്കാരും മദ്യാസക്ത രോഗം 20 വർഷം 30 വർഷമൊക്കെ കൊണ്ട് നടക്കാനുള്ള കാരണം. അപ്പൊ ഇങ്ങനെ എപ്പോഴൊക്കെ ഒരു അവസ്ഥയിൽ നമുക്ക് ചികിത്സ ആവശ്യമുണ്ടോ, ഡോക്ടറെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ, അത് അപ്പൊ തന്നെ അത് പോകണമെന്നാ പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു അവസരം ഉണ്ടാവുകയാണ്. ആ ഡോക്ടറുടെ ചില വാക്കുകളായിരിക്കാം, ആ ഡോക്ടർ ചെയ്യുന്ന ഒരു ചികിത്സയായിരിക്കാം, അതിൽ നമുക്കുള്ള താല്പര്യമായിരിക്കാം, ആ ഒരു മാനസികാവസ്ഥ നമ്മളെ ആ ഒരു സഹായം എന്നുള്ള നിലയ്ക്ക് ഒരു മനുഷ്യജീവി മറ്റൊരു മനുഷ്യജീവിയോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ സഹായമാണല്ലോ. ഒരു വളരെ സീരിയസ് ആയ അവസ്ഥയിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക, അതൊരു സ്നേഹത്തിന്റെ ഒരു പ്രതീകമാണ്, ഒരു കരുണയുടെ ഒരു പ്രതീകമാണ്. കാരണം ഈ മദ്യാസക്ത രോഗം ഉള്ള ആൾക്കാരെ ചികിത്സിക്കാൻ പലപ്പോഴും ഏറ്റവും വലിയ തടസ്സം ആരാന്നറിയാവോ? 1-ാം നമ്പർ തടസ്സം അയാൾ തന്നെ. കാരണം അയാൾ ഡോക്ടറെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അയാളുടെ ബന്ധുക്കളും പലപ്പോഴും ഡോക്ടറുടെ അടുത്തേക്ക് അയാളെ കൊണ്ടുപോകാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണ്? അവർക്ക് എന്തോ അപമാനം ഉള്ളതായിട്ട് അവർ വിചാരിക്കുന്നു. പക്ഷെ അയാളുടെ ജീവൻ ഭയങ്കര അപകടത്തിലാകാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്നുള്ളത് അവർ മറന്നു പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചികിത്സ, ഏതെങ്കിലും തരത്തിൽ ഒരു ചികിത്സ അതിന് വിധേയനാകുന്നത് നല്ലതാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല പല ചികിത്സയിലും പലപ്പോഴും അയാൾക്ക് ഒരു ചിന്ത വരും, എന്താണ് ഇങ്ങനെ എനിക്ക് അടിക്കടി ഇങ്ങനെ പ്രശ്നങ്ങൾ, അതെന്തുകൊണ്ട്? അപ്പോൾ ചില വാക്കുകൾ, ചില സംഭവങ്ങൾ, ചിലപ്പോൾ അയാൾക്ക് ഇപ്പോൾ ബ്ലഡ് പ്രഷർ വളരെ കുറഞ്ഞു, ഛർദിച്ച് അല്ലെങ്കിൽ രക്തം ഛർദിച്ചു, ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ചികിത്സിച്ചു, അയാൾക്ക് ഡ്രിപ്പൊക്കെ കൊടുത്തു. ഒരു ഡ്രിപ്പ് കൊടുത്തുള്ളൂ, കുറച്ച് വൈറ്റമിനൊക്കെ കൊടുത്തു. അയാൾ വയറ്റിൽ അൾസർ ഉണ്ടായിരുന്നു, അത് മരുന്നൊക്കെ കൊടുത്തു, അയാൾക്കൊരു ആശ്വാസം ഉണ്ടായി. ആ അവസ്ഥ അയാൾ എപ്പോഴും ഓർത്തിരിക്കും. കാരണം അയാൾക്കൊരു ഭയം ഉണ്ടായ സമയത്ത് അയാൾക്കൊരു ആശ്വാസം കിട്ടിയ അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയെ മുതലെടുക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. അതിനാണ് ഷോർട്ട് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് ഇന്റർവെൻഷൻ എപ്പോഴും ഒരു ചെറിയ ഇടപെടലിനെങ്കിലും വിധേയനാക്കണം. അങ്ങനെ പല പ്രാവശ്യം ഒരാളെ വിധേയനാക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ ചിന്തകൾ വരും. ആ ചിന്തകളെ ഉപയോഗിച്ച് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ഈ ഷോർട്ട് ഇന്റർവെൻഷൻ എന്നുള്ള പുതിയ പരിപാടി പുതിയതായിട്ട് ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പ് അത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെയുള്ള ഒരു എയിൽ വന്നു കഴിഞ്ഞിട്ട് വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ്. പ്രോഗ്രാമിൽ എത്തിച്ചേർന്നപ്പോൾ അവർക്ക് വളരെയധികം തിരിച്ചറിവുണ്ടായിട്ട് അവർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചും എമർജൻസി ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗാവസ്ഥയിൽ ഷോർട്ട് ഇന്റർവെൻഷൻ നടന്ന സമയത്ത് അവർക്ക് വലിയ തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, അയാളുടെ തന്നെ അനുഭവങ്ങൾ, ഈ വിഡ്രോവൽ പിന്മാറ്റ ലക്ഷണം, അയാൾക്ക് പിന്മാറ്റ ലക്ഷണം പല പ്രാവശ്യം വന്നിട്ടുണ്ട്. മദ്യം കുറച്ചപ്പോൾ, അതിൻ്റെ അളവ് കുറച്ചപ്പോൾ ഇങ്ങനെ ഉറക്കം വരാതായി, ഭക്ഷണം കഴിക്കാൻ പറ്റാതായി, തലവേദന വന്നു, ഛർദ്ദിക്കാൻ തോന്നി, പിന്നെ അശരീരി കേൾക്കാൻ തുടങ്ങി, മായ കാഴ്ചകൾ കാണാൻ തുടങ്ങി. അതൊക്കെ ഭയപ്പെടുത്തി, ആരോ കൊല്ലാൻ വരുന്ന പോലെയൊക്കെ തോന്നി. അതൊക്കെ ഭീകരമായിരുന്നു. പക്ഷെ ഈ അവസ്ഥകളൊക്കെ അയാൾ ഒരു ശബരിമലയ്ക്ക് മാല ഇട്ടപ്പോഴോ അല്ലെങ്കിൽ അയാൾ നിർബന്ധപൂർവം ഒരു വ്രതം എടുത്തപ്പോഴോ അതിൽ അയാളുടെ ശരീരത്തിലും ഭയങ്കര മാറ്റങ്ങളൊക്കെ, ആ വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥകൾ, ആദ്യം അത് ഭീകരമായിരുന്നെങ്കിലും പതുക്കെ അത് മാറി അയാൾക്കൊരു സുഖമുള്ള അവസ്ഥ ഉണ്ടായി. ആ അവസ്ഥ
എന്തെങ്കിലും അയാൾക്കുണ്ടായോ എന്ന് ഡോക്ടർ ചോദിക്കും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിർത്തിവെച്ച് ഒരു നല്ല ഉറക്കം, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചെങ്കിലും ദിവസം കഴിഞ്ഞ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ ഉത്തരം യെസ് എന്നാണ്. അപ്പൊ ഡോക്ടർ അയാളെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ അവസ്ഥയിൽ മെച്ചപ്പെട്ടൊരവസ്ഥയാണെങ്കിൽ ആ അവസ്ഥ വീണ്ടും ഉണ്ടാവുന്നത് നല്ലതല്ലേ. അപ്പൊ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറ്റൂലേ. അങ്ങനെ ഇയാളെ സോബ്രൈറ്റി ലെവലിലേക്ക് ഡോക്ടർക്ക് കൊണ്ടുവരാൻ പറ്റും. ഡോക്ടർക്ക് ഈ രോഗത്തെ കുറിച്ച് ശരിക്കും നല്ലൊരു അറിവുള്ള ഡോക്ടറാണെങ്കിൽ അയാളെ തീർച്ചയായിട്ടും അയാൾക്കൊരു നല്ല താല്പര്യം, ഒരു അഭിനിവേശം ഉണ്ടാക്കും. അങ്ങനെ സുഖമായിട്ടുള്ളൊരു ജീവിതം, സുഖമായിട്ടുള്ള ഉറക്കം, സുഖമായിട്ടുള്ള ഭക്ഷണം, ഇതൊരു ഉൾപ്രേരണയാണ്. അത് ചികിത്സയുടെ ഒരു ഭാഗമായി മാറും. ഇങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിൽ കൂടിയാണ് പലപ്പോഴും ഈ മദ്യത്തിനോ മറ്റു ലഹരിക്കോ അടിപ്പെട്ട ഒരാളെ പതുക്കെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർക്ക് ബോധം ഉണ്ടാക്കി അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എപ്പോഴും അവർ സംശയാലുക്കളാണ്. അംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ യെസ് ഓർ നോ, ഏതിന്റെ പക്ഷത്ത് ചേരണം, ഇതിലൊരു ഉറപ്പില്ല. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ള ഉറപ്പില്ലാതെ സംശയത്തിന്റെ ഇതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു പദ്ധതിയില്ല. അപ്പോൾ വാസ്തവത്തിൽ അഡിക്ഷന്റെ ലക്ഷണം ഇതൊക്കെ തന്നെയാണ്. ഒരു തീരുമാനം എടുക്കാൻ, യെസ് ഓർ നോ എന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു തീരുമാനം നിലനിർത്താൻ പറ്റുന്നില്ല, ആക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ നമ്മള് ഈ കാര്യങ്ങളൊക്കെ ഈ പ്ലഷർ അല്ലെങ്കിൽ മറ്റ് സൗഹൃദങ്ങള്, മറ്റ് എക്സ്റ്റേണൽ പ്ലഷർ, സുഹൃത്തുക്കള്, അവരൊക്കെ ഇങ്ങനെ ഇതിലേക്ക് തള്ളിവിടുന്ന ഒരു ട്രിഗർ പോയിന്റ്. അവരൊക്കെ നമ്മുടെ രോഗത്തെ വലിയ നിലവിലേക്ക് കൊണ്ടുപോകുന്ന, അതിലേക്ക് തള്ളിവിടുന്ന കാറ്റലിറ്റിക് ആയിട്ടുള്ള രാസത്വരങ്ങളായിട്ട് മാറുന്ന സംഗതികളായി മാറും. അപ്പൊ അത് ഡോക്ടർക്ക് അത് സൂചിപ്പിക്കാം. അവിടെ ഒരു തീരുമാനം എടുക്കുന്ന കാര്യം, അതുപോലെ നമ്മൾ സോബറാകാനായിട്ടുള്ള ശ്രമങ്ങളും. അപ്പൊ ഒരു സാധാരണ മനുഷ്യർക്ക് മാറ്റമൊക്കെ എളുപ്പമാണ്. കാരണം എന്താണ്, അവര് ഇങ്ങനെയുള്ള പഴയ കാര്യങ്ങളെ, പഴയ പ്ലഷറിനെ, അതുണ്ടാക്കുന്ന ചിന്തകളെ കൊണ്ട് നടക്കുന്നില്ല. കാരണം അവരുടെ നിത്യജീവിതം അവർക്ക് വേണം. ആ നിത്യജീവിതത്തിൽ ഓരോന്നും പുതിയതാണ്, പുതിയ അനുഭവങ്ങളാണ്. പക്ഷെ മദ്യാസക്തൻ എന്താണ്, പഴയ അനുഭവത്തെ കൊണ്ട് മൂപ്പര് നടക്കണം. പഴയ ചിന്തകള്, പഴയ പോയ സ്ഥലത്തെ കാര്യങ്ങള്, അവിടെ കുടിച്ച കഥകള്, കാര്യങ്ങള്, അവിടെ അനുഭവിച്ച ആനന്ദം, ആ ആനന്ദം, പ്രേരണ, അത് പ്രവർത്തിക്കുന്ന വാസ്തവത്തിൽ അയാൾ ജീവിക്കുന്ന ഇന്നലത്തെ ജീവിതമാണ്. അപ്പൊ ഇന്ന് പുതിയൊരു ദിവസം വന്നാലും അയാള് ഇതിനു മുമ്പ് കഴിഞ്ഞു പോയ ജീവിതത്തിലെ ജീവിതമാണ് കൊണ്ടു നടക്കുന്നത്. ചിന്തകൾ അതിലാണ്, തോന്നൽ അതിലാണ്, പ്രവൃത്തികളും ആ പഴയ ജീവിതത്തിൽ തന്നെയാണ്. അപ്പൊ അയാൾക്ക് ആ പഴയതിനെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു പുതിയ ജീവിതത്തിന്റെ ചില ഭംഗി, ഉത്തരവാദിത്വം, അയാൾക്ക് കിട്ടുന്ന പുതിയ തരത്തിലുള്ളൊരു ആനന്ദം, പുതിയ സ്നേഹം, സൗഹൃദങ്ങള്, പുതിയതായിട്ടുള്ള അറിവുകള്, അതൊക്കെ അയാളുടെ ഉള്ളിലേക്ക് കുറേശ്ശെ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ചികിത്സ കുറെ എളുപ്പമായിട്ട് മാറും. അല്ലെങ്കിൽ ഈ ചികിത്സ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം 38 വർഷം 40 വർഷമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടന്ന ആൾക്കാരൊക്കെ ധാരാളം വരും. അപ്പോ നമുക്ക് ഇതിന് തടസ്സം നിൽക്കുന്ന കുറെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈ തടസ്സം നിൽക്കുന്നത് നമ്മൾ കൊടുക്കുന്ന അമിത പ്രാധാന്യമാണ്. പ്ലഷറിന് കൊടുക്കുന്ന അമിതമായ പ്രാധാന്യമാണ്. അതിനെ അധികം താലോലിക്കുന്നതാണ്. ആ പ്ലഷറുള്ള സ്ഥലത്തേക്ക് പോകുന്നതാണ്. ആ പ്ലഷറിന്റെ ഉള്ളില് നമ്മൾ
വാസ്തവത്തില് അത് അതിര് കടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം പഴയ ജീവിതം തന്നെയാണ്, പുതിയതൊന്നുമില്ല. ആ പഴയതിലേക്ക് ചുരുണ്ടുകൂടുകയാണ്, നമ്മളതിലേക്ക് വീണ്ടും ചുരുണ്ടുകൂടി പോവാണ്. നമുക്ക് എപ്പോഴും ജീവിതം എന്ന് പറഞ്ഞാൽ പുതിയതാണ്, പുതിയ അനുഭവങ്ങൾ, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയും പുതിയ സന്തോഷം, പുതിയ സ്നേഹം എല്ലാം നമുക്ക് വേണം. അത് നമുക്ക് കഴിവുണ്ടാവണം. ഇതൊക്കെ ഈ പഴയതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ അതൊന്നും നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കൊരു നല്ല സ്പോൺസർ, നമ്മൾ ഈ പ്രോഗ്രാമിൽ വന്നാൽ നമുക്കൊരു നല്ല സ്പോൺസർ, നമ്മൾ ഈ പഴയ അവസ്ഥയിൽ നിന്നും വിട്ട് നിന്ന് പുതിയ രീതിയിലുള്ള നമ്മുടെ ചിന്ത, അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ സ്പോൺസർ നല്ല രീതിയിൽ നമുക്ക് ഒരു പ്രോത്സാഹനം തരും. ഏതിലാണ് നമുക്ക് ശരി, ഏതിലാണ് നമ്മൾ തെറ്റുപറ്റിയ, അതൊക്കെ സജസ്റ്റ് ചെയ്യാൻ അനുഭവത്തിന്റെ സഹായത്തോടു കൂടി സ്പോൺസർക്ക് കഴിയും. പക്ഷെ മറ്റ് സാധാരണ മനുഷ്യർ അതിന് ഏർപ്പാട് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഒരു മദ്യാസക്തന്റെ സ്പോൺസർ അനുഭവം ഇല്ലാത്ത ഒരാളായി മാറാൻ പാടില്ല. അനുഭവങ്ങൾ കൂടി രക്ഷപ്പെട്ട് ജീവിക്കുന്ന ഒരു ആള്, മേന്മയോടുകൂടി ജീവിക്കുന്ന ഒരാളെ ഒരു സ്പോൺസറാക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ സാമൂഹ്യ വിരുദ്ധ സ്വഭാവങ്ങൾ, ഇപ്പൊ വാഹനം ഓടിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്, തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നത്, സംസാരങ്ങൾ, വളരെ ഉച്ചത്തിലും ഉള്ള സംസാരങ്ങൾ, അതുപോലെ ഫിസിക്കൽ ടോർച്ചർ, ശാരീരിക ഉപദ്രവങ്ങൾ, മെന്റൽ ടോർച്ചർ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണ്? നമ്മളൊരു മനുഷ്യത്വത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. ഇതൊരു സ്പോൺസർ പറഞ്ഞാലുണ്ടല്ലോ, അതിന് ഭയങ്കര വിലയാണ്. നിങ്ങൾ മദ്യത്തിന്റെ ഉള്ളിൽ കൂടി നിങ്ങൾ റിലാക്സ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മനുഷ്യത്വം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മളെ പ്രോഗ്രാമിൽ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാകുന്നില്ല, നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കും. നമ്മുടെ അതിജീവനം, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ മനുഷ്യത്വം, അതൊക്കെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം ഏത് രീതിയിൽ നിലനിർത്താമോ ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകണം. നമ്മളെ ഈ പ്രോഗ്രാമില് പറഞ്ഞിട്ടുള്ള 12 പടികളും പാരമ്പര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിച്ചു, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി, അതുമായിട്ട് ചേർത്ത് വെച്ച് നിങ്ങളുടെ അനുഭവവും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന അനുഭവങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും, അതാണ് സോബ്രൈറ്റി. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ വളർത്തിയെടുത്ത് എത്രയോ വർഷങ്ങൾ ചില ആൾക്ക് പിടിക്കും. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളെ ഈ ആയുസ് നീണ്ടു പോവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. മരിക്കാതിരിക്കാനാണ് ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, മരിപ്പിക്കാതിരിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാനാണ് ശരീരവും നമ്മളെ തലച്ചോറ്, നമ്മളെ മനസ്സൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ പരിപാടി അതിനെതിരായിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ ഉപദ്രവിക്കുന്ന കുറെ രോഗങ്ങളുണ്ട്. മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, സാധാരണ ജീവിതത്തിലും വരുന്നുണ്ട്. പക്ഷെ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ ഈ രോഗങ്ങൾ നമ്മൾ പലപ്പോഴും നിസ്സാരമാക്കി തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളയുന്ന രോഗമാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. പകർച്ചവ്യാധികളല്ലാത്ത കുറെ രോഗങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? നമ്മൾ വയറിനെ ബാധിക്കുന്ന വയറ്റിലെ അൾസർ, ചില ആൾക്ക് അങ്ങനെ അൾസർ വന്ന് ക്യാൻസർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വയറ്റിൽ അൾസർ ഉണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ട് രക്തം ഛർദ്ദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലിവർ ഡിസീസ്, പാങ്ക്രിയാസിന്റെ ഡിസീസ്, അല്ലെങ്കിൽ ഇടയ്ക്ക് രക്തസമ്മർദ്ദം കൂടും. നമ്മൾ മദ്യാസക്ത രോഗം കൂടുന്ന സമയത്ത് രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കുഴലിനെ ബാധിച്ചിട്ട് പ്രശ്നങ്ങൾ, സ്ട്രോക്ക് വരെയും വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ രോഗിയെക്കാളും കൂടുതൽ കെയർ നമുക്ക് കൊടുക്കണം. കാരണം മദ്യാസക്ത രോഗത്തിന്റെ ഈ വിഡ്രോയിലൊക്കെ വരുമ്പോൾ പ്രഷർ
ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലച്ചോറിന്റെ സൂക്കേടാണ്. അപ്പൊ ഈ തലച്ചോറിലേക്കും അവയവങ്ങളിലേക്ക് പോകുന്ന ഞരമ്പുകൾ, ആ ഞരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ രക്തപ്രവാഹത്തിന് തടസ്സങ്ങളുണ്ടാകാം. അല്ലെങ്കിൽ അത് ഹാർട്ടിന് മിടിപ്പ് കൂട്ടിയിട്ട് വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഇടയ്ക്ക് രക്തക്കോല് മുറിഞ്ഞു പോയിട്ട് റപ്ചർ ഉണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടാകാം. ഇതൊക്കെ നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഈ ചികിത്സ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്, ഇതുമായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ വിചാരിച്ച് ഇരിക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ ഒരു റിലാപ്സിന്റെ ഉള്ളിൽ, മദ്യത്തിന്റെ ഒരു റിലാപ്സിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള രോഗം വരുന്ന ഒരാൾക്ക് അത് ഭയങ്കര കൂടുതലാകും, മരണസാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പുനർപതനത്തിലെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എല്ലാം തന്നെ കൂടുതലാകും. എത്രയോ ആൾക്കാരെ എനിക്കറിയാം വൃക്കകളുടെ പ്രവർത്തനം മോശമായി, ലിവർ ഡിസീസ് ഉള്ള ആൾക്ക് പെട്ടെന്ന് ലിവറിന്റെ ഈ അസുഖം കിഡ്നിയെ ബാധിച്ചിട്ട് കിഡ്നിക്ക് തകരാറുണ്ടായിട്ടുണ്ട്. അതുപോലെ കിഡ്നിയാണ് പല ലവണങ്ങളും പുറത്തുവിടുന്നത്, അതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എല്ലാത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അത് ഏത് രോഗമാണെന്ന് ഡോക്ടർ കണ്ടുപിടിക്കും. ലിവർ ഫങ്ഷന്, കിഡ്നി ഫങ്ഷന്, അതുപോലെ കൊഴുപ്പിന്റെ അളവ്, ECG, പിന്നെ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ഏതൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർക്ക് അറിയാം. ഡോക്ടറൊക്കെ ചെയ്ത് പരിശോധിച്ചിട്ട് അതനുസരിച്ചുള്ള ചികിത്സ നല്ല ഭംഗിയായിട്ട് ചെയ്യും. മദ്യം നിർത്തിവെക്കുക, പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോവുക. ഇത് ഒരുമിച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ചികിത്സ വളരെ ഭംഗിയാവുന്നത്. ഇപ്പോ മദ്യാസക്ത രോഗത്തിന് 2 തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഗതി ഞാൻ പറയാം. ഒന്ന് പൊണ്ണത്തടി. ചില ആളുകൾക്ക് മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വെയിറ്റ് കൂടി ഇപ്പൊ ഒരു 65 കിലോ വേണ്ട ആൾക്ക് 90-95 കിലോ ഒക്കെ വെയിറ്റ് വരിക. അത് മദ്യാസക്ത രോഗമായിട്ട് ബന്ധമുണ്ടായതിനാണ്. ഈ ക്രേവിങ് മദ്യത്തോടുള്ള പോലെ തന്നെ ഫുഡിനോടും ക്രേവിങ് ഉണ്ടാക്കും സെക്കൻഡറി ആയിട്ട്. അങ്ങനെ ഫുഡിനോട് ക്രേവിങ് ആർത്തി വരുമ്പോഴത്തേക്ക് അത് നമ്മൾ പ്രത്യേകിച്ചും ഈ കാർബോഹൈഡ്രേറ്റ്, ഷുഗർ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അത് വെയിറ്റ് കൂടുതലുണ്ടാക്കും, പൊണ്ണത്തടി ഉണ്ടാക്കും. വെയിറ്റ് കൂടുന്തോറും ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ചിലതരം കൊഴുപ്പുകൾ കൂടും, ചീത്ത കൊളസ്ട്രോൾ, ഹൃദ്രോഗം ഉണ്ടാക്കും. അങ്ങനെ ഇത് തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അതുപോലെ തന്നെ മദ്യം കഴിച്ചുകൊണ്ട് റിലാപ്സിലൊക്കെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ മരുന്നുകൾ, ഇപ്പൊ രോഗത്തിന് കഴിക്കുന്ന പല മരുന്നുകൾ, ആ മരുന്നുകളായിട്ട് ആൽക്കഹോൾ ഇന്ററാക്ട് ചെയ്യുന്ന പല മരുന്നുകളുണ്ട് ആൽക്കഹോളും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ അത് ചിലപ്പോൾ ഷുഗർ ലെവലിലൊക്കെ ഭയങ്കര വ്യത്യാസം, BP വ്യത്യാസം ഉണ്ടാക്കും. പിന്നെ ഞാൻ നേരത്തെ പറയാറുള്ള പോലെ വൈറ്റമിൻസിന്റെ കുറവുകൾ, അതൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞാൻ പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ശരാശരി ആയുസ്, അതില് പണ്ട് കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്ന ആ യൗവനകാലം എന്ന് പറഞ്ഞാൽ ഈ 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയൊന്നും അല്ല. ഇപ്പോ ഈ മധ്യകാല യൗവനം എന്ന് പറഞ്ഞാൽ ശരിക്കൊരു 53 മുതൽ 63 വയസ്സ് വരെയൊക്കെയുള്ള കാലം ഒരു മധ്യകാല യൗവനമാണ്. മധ്യകാലം, അതും കഴിഞ്ഞിട്ടുള്ളതാണ് വാർദ്ധക്യം. ഈ 63 കഴിഞ്ഞിട്ട് 83 വയസ്സ് വരെ ഉള്ളതാണ് വാർദ്ധക്യത്തിന്റെ ഇതിൽ പെടുത്തേക്കുന്നത്. ഒരു മദ്യാസക്തന് ഈ ശരിക്കും 10 വയസ്സ് മദ്യത്തിന്റെ ഉപയോഗം കൊണ്ട് മിക്കവാറും കുറഞ്ഞു പോകും. അതിന്റെ കൂടെ ഈ മറ്റസുഖങ്ങൾ, ഈ പകർച്ചവ്യാധികളായിട്ട് ഉള്ള രോഗങ്ങളോ അല്ലെങ്കിൽ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളോ ഉണ്ടെങ്കിൽ പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അത്. ഇപ്പൊ ഈ ക്യാൻസറുകൾ നല്ലൊരു ശതമാനം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ഒരു കരൾ രോഗം എന്ന് വിചാരിക്കുക, കരൾ രോഗം പകർച്ചവ്യാധിയല്ല. കരൾ രോഗം ഇപ്പൊ
മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ അത് കല്ല് പോലെയായി കട്ടിയായി കഴിഞ്ഞാലുണ്ടല്ലോ, ആ കട്ടിക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഈ പകർച്ചവ്യാധികളായിട്ടുള്ള അസുഖമാണല്ലോ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞ അസുഖം. ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും കരൾ രോഗം ഉണ്ടാക്കും. അത് കല്ല് പോലെ ആയി മാറും. അവിടെയും ക്യാൻസർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ കുറിച്ച് നമുക്ക് അറിവുകൾ, കിട്ടുന്ന അറിവുകളൊക്കെ നേരത്തെ തന്നെ ഈ അറിവുകൾക്കനുസരിച്ച് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യും. നമ്മുടെ ശരീരത്തെ അതിൻ്റെ ആവശ്യങ്ങളൊക്കെ ശരിക്കും കൊണ്ടു നടക്കുകയും ചെയ്യണം. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് എന്ന് പറഞ്ഞ് നമ്മൾ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തെ പറ്റി കെയർ ചെയ്യാതിരുന്നാൽ നമുക്ക് വളരെ മേന്മയുള്ള ഒരു ജീവിതം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രോഗ്രാം വളരെ നല്ലത്. അത് ഫസ്റ്റ് ട്രീറ്റ്മെന്റ്, ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അതാണ്, ഒരു സംശയമില്ല. അത് ദാറ്റ് ഈസ് ഹാവിങ് എക്സലന്റ് റിസൾട്ട്. അതെന്താണ്? മദ്യം കഴിക്കുന്നില്ല, വിട്ടു നിൽക്കുന്നു, ആ വിട്ടു നിൽക്കല് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതാണ് പ്രോഗ്രാമിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ്. അതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ സ്വഭാവത്തെ പറ്റി നമ്മൾ അറിയുന്നു. നമുക്ക് അതായത് നമ്മളെ പൂർണ്ണമായിട്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും സമൂഹത്തിൽ നമുക്കുള്ള സ്ഥാനം എന്താണെന്നും നമ്മൾ ഈ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുള്ള നമ്മുടെ മേന്മ, ജീവിതത്തിന്റെ മേന്മ എന്താണെന്നും ഒക്കെ നമുക്കൊരു തിരിച്ചറിവ് കിട്ടുന്നു നേര് വരുമ്പോൾ. അതുകൊണ്ടാണ് പല സുഹൃത്തുക്കളും ഷെയർ ചെയ്യുമ്പോൾ പറഞ്ഞത്, ഞാൻ കുടിച്ചു പോയത് നന്നായി എന്നെനിക്ക് തോന്നുന്നു എന്ന്. എന്ത് പറയുന്നു? ആ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കാരണം അവര് പ്രോഗ്രാമിൽ വന്നപ്പോൾ ഈ രോഗാവസ്ഥകളെ കുറിച്ചൊക്കെ അവർക്ക് നല്ല അറിവ് കിട്ടി, അനുഭവം കിട്ടി, സ്വഭാവത്തെ മാറ്റുന്ന രീതികൾ എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റി. അവർക്ക് ബന്ധങ്ങളൊക്കെ മെച്ചപ്പെട്ടു, സ്നേഹം കൂടുതൽ. അവർ വിചാരിച്ചതിനപ്പുറം സ്നേഹം. ഇന്നത്തെ പരിപാടി അതായിരുന്നു. ഇന്നത്തെ പ്രതിദിന മന്നങ്ങൾ നിങ്ങൾ ഒരാൾ വായിച്ചല്ലോ, അതില് സ്നേഹം കിട്ടാത്ത ആളുകൾക്ക് വളരെ ഫലപ്രദമായ സ്നേഹം കിട്ടി. ആ ജീവിതത്തിലെ ഓരോ റോളും നമ്മൾ ജീവിച്ചു. പുതിയ ഇന്നലത്തെ ജീവിതമല്ല, ആ പഴയ കുടിച്ചോണ്ടുള്ള ഇന്നലത്തെ ജീവിതം, ഇന്നും നാളെ മറ്റന്നാളും അതിൻ്റെ അടുത്ത ദിവസം, അതല്ല. ആ മാറ്റങ്ങൾ, ബന്ധങ്ങളിലെ മാറ്റങ്ങൾ, സത്യം മനസ്സിലാക്കി യാഥാർത്ഥ്യ ജീവിതം ജീവിച്ചതിലുള്ള സന്തോഷം, സാമ്പത്തികം, ബഹുമാനം ഒക്കെ തന്നെ തിരിച്ചു കിട്ടിയല്ലോ. അപ്പോൾ അതെല്ലാം വളരെ വലിയ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ അതുപോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റി, ഒരു ജീവിതം ജീവിച്ച് തീർക്കാൻ പറ്റി. അത് പുതിയ അറിവിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ആ ജീവിതം കിട്ടിയത്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഉപദ്രവമില്ലാതെ ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ്. ഉപദ്രവങ്ങളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. ഉപദ്രവങ്ങളാണ് ഈ മദ്യാസക്ത രോഗത്തില് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ, കൂടെ ജീവിക്കുന്നവരെ ഉപദ്രവിക്കുന്ന അവസ്ഥ, അതുകൂടാതെ സമൂഹത്തെ ഉപദ്രവിക്കുന്ന അവസ്ഥ, ജോലിസ്ഥലത്തും മറ്റ് നല്ല സുഹൃത്തുക്കള് അവരൊക്കെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ ഒരു വലിയ വിശ്വാസത്തിന്റെ ഉടമസ്ഥരായി നമ്മൾ. എന്താണ് ആ വിശ്വാസം? ജീവിതത്തിനൊരർത്ഥമുണ്ടെന്ന്, സ്നേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ടെന്ന്. അപ്പൊ നമ്മൾ ആരാണെന്നുള്ള ആ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. ഗ്രേറ്റ് ഫെയ്ത്ത് എന്ന് അതിന് പറയണം. ഭയങ്കര വിശ്വാസം. നമ്മൾ പിന്നെ വേറെ കാര്യം കൂടി മനസ്സിലാക്കും, നമ്മളൊന്നുമല്ല, നമ്മൾ ആരുമല്ല. അതിന്റെ കാരണം എന്താണ് അങ്ങനെ തോന്നാൻ കാരണം? നമ്മൾ ഇങ്ങനെ ശൂന്യമായി നമ്മളൊന്നും അല്ല എന്ന് തോന്നാൻ കാരണം എന്താണ്? കാരണം നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല. നമ്മൾ പല ആളുകളും പല സംഗതികളും അനേകം സന്തോഷം നിറഞ്ഞ സംഗതികൾ കൂടിച്ചേർന്ന് എൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചപ്പോഴാണ് ഞാനായത്. അപ്പോ
മറ്റത് എന്നില് കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. എന്നിൽ സ്നേഹം പോലും ഇല്ലായിരുന്നു. ഒന്നും അവിടുന്ന് എടുക്കാനൊന്നുമില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ധൈര്യമില്ലായിരുന്നു. ഞാൻ എന്നെ തന്നെ ചോദ്യം ചെയ്യാൻ സന്നദ്ധനല്ലായിരുന്നു. എന്നോട് ചോദ്യം ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനോഭാവം മാറി. ആ മനോഭാവത്തിൽ എനിക്ക് എന്നിൽ തന്നെ ഭയങ്കര വിശ്വാസം വന്നു. എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു. ഭയങ്കര ധൈര്യം, വീണ്ടെടുക്കാനുള്ള ധൈര്യം കിട്ടി. എന്നെ തന്നെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായി. അത് ആർക്കെങ്കിലും അവനവന് തന്നെ, സാധാരണ മനുഷ്യനൊന്നും ആ ചോദ്യം ചെയ്യാനുള്ള ഇതൊന്നും ഒരിക്കലും ഒരു അവസരം കിട്ടിക്കാണൂല. അയാൾ ചോദ്യം ചെയ്യില്ല. അയാൾ വലിയ ഹീറോ ആയിട്ട് എപ്പോഴും നടക്കും. അതേസമയമാണ് ഇവിടെ ഒരു ഏകക്കാരൻ പറയുന്നത്, ഞാൻ കുടിച്ചത് നന്നായെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എനിക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റി, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ജീവിതത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് മനസ്സിലായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അറിവുള്ള ഒരാളായി മാറുക. അപ്പൊ ഞാൻ എന്നെ അറിയുക. അപ്പൊ ഞാൻ എന്നെ അറിയുമ്പോൾ ഒരു പ്രധാന കാര്യം നടക്കുന്നുണ്ട്. എൻ്റെ ഉപദ്രവങ്ങളും എൻ്റെ മോശപ്പെട്ട അവസ്ഥകളും ഞാൻ മറക്കുന്നു. ഫോർഗെറ്റ് മൈസെൽഫ്. അങ്ങനെ മറക്കുമ്പോഴും എനിക്ക് എൻ്റെ ഉള്ളിൽ കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നു, കൂടുതൽ വെളിച്ചം, കൂടുതൽ ബോധം, കൂടുതൽ സന്തോഷം. അപ്പൊ ഇതാണ് ആൽക്കഹോളിക്സ് അനോണിമസ് നടക്കുന്ന സംഗതി. ഇതൊക്കെ വലിയ മഹത്തായ സംഗതികളാണ്. വലിയ വലിയ ആളുകൾക്കൊക്കെ എങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ സാധിക്കും. അങ്ങനെ വലിയ ആളാവേണ്ടതൊന്നും ആവശ്യമില്ല. നമ്മുടെ ഉള്ളിലും ഒരു 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 ഉണർവ്, ഒരു അവേക്കനിങ്, ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. അത് നമ്മളെ ചോദ്യം ചെയ്യുമ്പോഴാണ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ നോ അവേക്കനിങ്. നമ്മൾ ഉണരൂല, നമ്മൾ അറിയൂല, നമ്മൾ അങ്ങനെ അറിയാതെ കിടന്ന് മരിച്ചു പോകും. നേരെ മറിച്ച് നമ്മൾ അറിയുന്നു, നമുക്ക് വിവേകം, നമുക്ക് ഉണർന്നെഴുന്നേൽക്കാനുള്ള ധൈര്യം, അതേസമയം നമ്മൾ ഒന്നുമല്ല എന്നുള്ള ആ അഹങ്കാരത്തിന്റെ നേരെ വിപരീതം. ഇതൊക്കെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിൽ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം. ഇതൊക്കെ ചില മതങ്ങളുടെ ചേരുവകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ചില മതങ്ങളും ഇങ്ങനെയാണ് പറയുന്നത്. ആ മതങ്ങള്, അതിൽപ്പെട്ട ഒന്നാണ് ബുദ്ധമതം. ബുദ്ധമതം വലിയ ബോധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ജ്ഞാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് ദൈവത്തിലോ ആത്മാവിലോ ഒന്നും വിശ്വസിക്കുന്നില്ലെങ്കിലും വലിയ ശക്തി, ഞാൻ വലുതല്ല എന്നുള്ള വിശ്വാസം അതിനുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം കൂടിയാണ്. പ്രോഗ്രാം ബുദ്ധമതത്തിന്റെ ചില സത്തകള്, ചില കാര്യങ്ങളൊക്കെ അത് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണിത്. ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ ധൈര്യം, വലിയ ചോദ്യം ചെയ്യല്. അതില്ലാതെ ഇപ്പൊ സെൻ ബുദ്ധിസം എന്ന് പറഞ്ഞൊരു ബുദ്ധിസം ഉണ്ട്. സെൻ ബുദ്ധിസം. ഈ സെൻ എന്ന് പറഞ്ഞാൽ ധ്യാനം നടത്തും. നമ്മുടെ 11ാമത്തെ പടി എന്താണ്? പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്ന ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നു. എന്താണ് വാസ്തവത്തിൽ അത്? ഞാൻ ഒരു ധ്യാനത്തിന്റെ ഉള്ളിലാണ്. ആ ധ്യാനത്തിന്റെ ഉള്ളിൽ എന്താണ് ഞാൻ ചെയ്തത്? ധർമ്മം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് എന്നെ തന്നെ ചോദ്യം ചെയ്തതിലൂടെയാണ് എനിക്ക് കിട്ടിയത്. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കുള്ള ശരിക്കും നമ്മൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. വാസ്തവത്തിൽ അറിവില്ലാതെ ഉറങ്ങിക്കിടക്കുമായിരുന്നു. മദ്യത്തിന്റെ ഉള്ളില്, മറ്റു ലഹരിയുടെ ഉള്ളില് അറിവില്ലാതെ, നമ്മുടെ ബുദ്ധിശക്തി ഇല്ലാതെ നമ്മൾ ഉറങ്ങിക്കിടക്കുമായിരുന്നു. പല ആൾക്കാരും മദ്യം കഴിച്ചുകൊണ്ടിരുന്ന ഉറക്കത്തിന് വേണ്ടിയായിരുന്നു. പക്ഷെ
ആ ശരിയായ ഉറക്കത്തിന്റെ ഉദ്ദേശം എന്താണ്? ശരിയായ ഉറക്കം നമ്മുടെ തലച്ചോറിൽ നമുക്ക് നല്ല റിലാക്സേഷൻ, ഓർമ്മശക്തി, ബുദ്ധിശക്തി ഒക്കെ തിരിച്ചു നൽകലാണ് അതിന്റെ പണി. തടസ്സമൊന്നും ഉണ്ടാക്കില്ല അത് അതിന്റെ അപ്പൊ നമുക്ക് ശരിയായ മീനിങ് നമുക്ക് ഉണ്ടായി. ഈ ശരീരം വളരെ തിരക്ക് പിടിച്ചൊരു ശരീരം, നമ്മുടെ ശരീരം. അതിന്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. ഭയങ്കരമായിട്ടുള്ള കൂടാനുകൂടി കോശങ്ങൾ വളരെ ബിസി ആയിട്ട് 24 മണിക്കൂറും പണിയെടുത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ മരിക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ 24 മണിക്കൂറും അനവരതം നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും പ്രവർത്തിച്ചിട്ടാണ് ഈ കേന്ദ്ര നാഡീവ്യൂഹം, അതുമായിട്ട് പുറത്തെ ലോകവുമായിട്ടുള്ള ബന്ധമുള്ള ഞരമ്പുകൾ, അതുപോലെ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന, നമ്മളെ ഒന്നും അറിയിക്കാതെ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങൾ, അത് വളരെ ബിസി ആയിട്ടുള്ള മൈൻഡാണത്. വളരെ തിരക്ക് പിടിച്ചൊരു മനസ്സാണത്. ഒന്നും നമ്മൾ അറിയിക്കുന്നില്ല ഈ തിരക്ക് പിടിച്ച ഇതില്. അപ്പൊ നമ്മള് പ്രതീക്ഷകള്, അനുഭവങ്ങള്, പ്രതീക്ഷകള്, നമ്മള് ഈ ജീവിതത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിൽക്കാനും മറ്റുള്ളവർക്ക് അത് കൊടുക്കാനും നമുക്ക് കഴിയും. അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്ന അതാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും വളരെ മേന്മയുള്ളൊരു ജീവിതം ആശംസിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കൂടെ, ഇതിന്റെ കൂടെ മദ്യാസക്ത രോഗത്തിന്റെ കൂടെയും അല്ലാതെയും വരുന്ന മറ്റ് പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളും പകർച്ചവ്യാധികളും ദീർഘകാലം ഉള്ള പകർച്ചവ്യാധികളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും HIV ഒക്കെ. അതിൽ നിന്നൊക്കെ വളരെ സുഖമായിട്ട് നമുക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ ഹലോ കേൾക്കുന്നുണ്ട് ഡോക്ടർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മള് എന്താണെന്ന് ഇനി നമുക്ക് ചോദ്യങ്ങള് എല്ലാം ഉണ്ടെങ്കിൽ ചോദിക്കാം, പറ്റുമെങ്കിൽ. നമുക്കൊരു അരമണിക്കൂറുണ്ട്. യെസ്. അത് പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് പലപ്പോഴും ടെസ്റ്റുകൾ, നിരന്തരം ഉള്ള ടെസ്റ്റുകൾ ഒരു മദ്യാസക്ത രോഗിക്ക് വരാൻ പറ്റുന്ന സാധാരണ രോഗങ്ങളില്, ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ അയാൾ കൃത്യമായിട്ടും ചെയ്യേണ്ട കുറച്ച് ടെസ്റ്റുകളുണ്ട്. കാരണം അത് ഒരു 6 മാസം, ഒരു വർഷമൊക്കെ ഡോക്ടറുടെ അഭിപ്രായം അനുസരിച്ച് അത് ചെയ്യും. അസസ്മെന്റ്, അളന്നു നോക്കല്, തൂക്കി നോക്കല്, ഇതൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ബ്ലഡ് ഷുഗർ, അതുപോലെ കൊഴുപ്പുകൾ പരിശോധന, ലിപ്പിഡ്സ്, ലിവർ ഫങ്ഷൻ, കിഡ്നി ഫങ്ഷൻ, തൈറോയ്ഡ് ഫങ്ഷൻ, അതുപോലെ ഒരു അൾട്രാസൗണ്ട് എടുക്കുക. ചിലപ്പോ ചില ആൾക്കാർ പുകവലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് ഒരു എക്സ്റേയോ ഒരു CT തൊറാക്സ് ഒക്കെ എടുക്കേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തില് ഇതൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രയും സുഖം ആവുമെന്നറിയോ? ഇപ്പൊ ഈയിടെ ഒരു സംഭവം ഉണ്ടായത്, അത് ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തിന്റെ മകള് കല്യാണം കഴിച്ചു. അത് അവളുടെ 3ാമത്തെ വിവാഹമാണ്. ആദ്യത്തെ 2 വിവാഹത്തില് ആൾക്കാരും മദ്യപാന രോഗികളായിരുന്നു. അവര് ഒക്കെ ഡൈവേഴ്സ് ചെയ്ത് പോയി. ചില ആൾക്കാർക്ക് രോഗങ്ങളൊക്കെ വന്നു പോയി. അങ്ങനെ അവള് 3ാമത് വിവാഹം കഴിച്ച, 3ാമത് കഴിച്ച ആളും ഭയങ്കരമായിട്ടും മദ്യവും പുകയിലയും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവളുടെ അമ്മയ്ക്കറിയായിരുന്നു. അമ്മ പറഞ്ഞ ഈ മരുമകനോട് പറഞ്ഞ്, നിനക്ക് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്, നീ ഒന്ന് പരിശോധിപ്പിക്കുക,
അപ്പൊ അവൻ എന്താണ് പറഞ്ഞതെന്നറിയോ? ദേഷ്യപ്പെട്ട് അവൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ രോഗിയാക്കുന്നു, നിങ്ങൾ എന്നെ രോഗിയാക്കാൻ നിങ്ങൾ ആരാണ് ഒക്കെ ചോദ്യം ചെയ്തു നിഷേധം. പക്ഷെ അയാൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആൽക്കഹോളിക്കും സ്മോക്കറും ഒക്കെ ആയിരുന്നു. അയാള് വായില് അയാൾക്ക് ക്യാൻസർ വന്നിട്ട് ആ ക്യാൻസറിന്റെ ചികിത്സ അത് അങ്ങേയറ്റത്തെ സ്റ്റേജിലെത്തി ക്യാൻസർ. അപ്പൊ അയാളുടെ മാൻഡിബിള് താടിയെല്ലൊക്കെ എടുത്തു കളഞ്ഞു, പല്ലൊക്കെ എടുത്തു കളഞ്ഞു, മാംസം ഒക്കെ കവിളിന്റെ ഉള്ളിലുള്ള മാംസമൊക്കെ തന്നെ അതിലൊക്കെ വ്യാപിച്ചു ക്യാൻസർ. അതിന്റെ ആ മാംസമൊക്കെ എടുത്ത് മാറ്റി, കാലിലെ വരെ മാംസം എടുത്ത് അവിടെ ഫിറ്റ് ചെയ്ത്. അപ്പൊ എത്രയോ മാസങ്ങളായിട്ട് അയാൾ ഇപ്പൊ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. അയാളിപ്പോ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണം ഇപ്പോഴും അയാൾക്ക് കഴിക്കാൻ പറ്റുന്നു. ജീവിതം എത്രമാത്രം ഭയങ്കര ഭീകരമായി മാറിയെന്ന് ആലോചിച്ച് നോക്കാം. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുക, അയാളുടെ ജീവിതം എത്രമാത്രം വളരെ അതിദയനീയമായ അവസ്ഥയിലേക്ക് പോയി. സിമ്പിൾ അഡിക്ഷൻ ആയിരുന്നു. അപ്പൊ നമ്മള് ടെസ്റ്റുകൾ ചെയ്യണം. ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ഗുണങ്ങൾ നമുക്കുണ്ട്. നമുക്ക് ജീവിതത്തിന് ഒരു അഷ്വറൻസ് ആണ്. നമ്മൾ പ്രോഗ്രാം സ്വീകരിക്കുകയും നമ്മുടെ ശരീരത്തെ പറ്റിയും മനസ്സിനെ പറ്റിയുള്ള ധാരണകൾ നല്ല രീതിയിൽ നിലനിർത്തും. നമ്മുടെ നിത്യജീവിതത്തിലെ 24 മണിക്കൂർ നേരത്തെ നമുക്ക് കിട്ടുന്ന ആ ധൈര്യവും ആ വിശ്വാസവും ആ സ്നേഹവും, ഇന്നത്തെ പ്രതിദിന മന്നങ്ങളിൽ പറയുന്ന സ്നേഹവും അത് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ മേന്മയുള്ളൊരു ജീവിതമുണ്ട്. അതൊക്കെ നമ്മള് ഈ അവസാനത്തെ നമ്മുടെ പരിപാടി പറയുമ്പോഴത്തേക്കും നമ്മുടെ ഉത്തരവാദിത്വം, നമുക്ക് എന്താണ് കിട്ടുന്നത്, എയിൽ നിന്ന് കിട്ടുന്ന അതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലാവും. ഹലോ, പറയൂ, കേക്കണ്ട്. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് പരിഹാരം ഉണ്ടെങ്കിൽ നമുക്ക് അത് പരിഹാരം കണ്ടുപിടിക്കാം. 26 മിനിറ്റ് കൂടെ ഉണ്ട്. നമ്മൾ മൊത്തത്തിൽ 29 പേരുണ്ട്. ഓക്കെ, ആരെങ്കിലും